നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് കോഡിംഗ് ആണ്. അതായത് വെരിലോഗ് വെച്ചിട്ടുള്ള കോഡിംഗ് ആണ്. നിങ്ങൾക്കിപ്പം ലാബിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വെരിലോഗ് അതുപോലെ നിങ്ങൾ ബിടെക്കിന് പഠിച്ചപ്പോഴാണ് ചെയ്തിട്ടുണ്ട്. വെരിലോഗ് വെച്ചിട്ടുള്ള സ്ട്രക്ചറൽ മോഡലിംഗ്, ഡാറ്റ ഫ്ലോ മോഡലിംഗ്, ബിഹേവിയറൽ മോഡലിംഗ് ഒക്കെ. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ടെസ്റ്റ് ബെഞ്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് മൊഡ്യൂൾ 1 സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം വെരിലോഗ് കോഡിങ് വെരിലോഗ് ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആണ് ഈ വെരിലോഗ് എന്ന് പറയുന്നത്. ഈ വെരിലോഗിനകത്ത് തന്നെ 3 രീതിയിലാണ് മോഡലിംഗ് വരുന്നത്. ഒന്ന് സ്ട്രക്ചറൽ, രണ്ടാമത്തെ ഡാറ്റ ഫ്ലോ, മൂന്നാമത്തെ ബിഹേവിയറൽ. എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആ സർക്യൂട്ട് നമുക്ക് ഈ 3 മോഡലിങ്ങിൽ എഴുതാൻ പറ്റും. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫ്ലോ ആണ്. രണ്ടാമത് സ്ട്രക്ചറൽ മോഡലിംഗ് ആണ് ഏറ്റവും എളുപ്പം എഴുതാനായിട്ട്. മൂന്നാമതാണ് ബിഹേവിയറൽ. വലിയ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ക്ലോക്കുള്ള പ്രോഗ്രാംസോ അങ്ങനെയൊക്കെ ചെയ്യുന്ന കൂടുതലും ബിഹേവിയറൽ മോഡലിങ്ങിലായിരിക്കും. ഓക്കെ, ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനകത്ത് എഴുതുന്ന അസൈൻ എന്ന ഒരാളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അസൈൻ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അസൈൻ വെച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ള കണ്ടീഷൻസ് എന്താണ്, നമ്മളിപ്പോൾ നേരത്തെ വീഡിയോസിൽ എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ഇതിനകത്ത് യൂസ് ചെയ്യാം ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അസൈൻ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ കോഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡാറ്റ ഫ്ലോ മോഡലിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്താണ് സ്ട്രക്ചറൽ മോഡലിംഗ്. സ്ട്രക്ചറൽ മോഡലിങ്ങിന് വേറൊരു പേരാണ് ഗേറ്റ് ലെവൽ മോഡലിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് ഓരോ ഗേറ്റ്സ്, ഇപ്പോൾ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും എക്സോർ ഗേറ്റും ഒക്കെ കാണും. അപ്പോൾ ഓരോ ഗേറ്റും എടുത്ത് പറഞ്ഞ് നമ്മളതിനെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്ത് എഴുതി ചെയ്യുന്നതാണ് നമ്മൾ സ്ട്രക്ചറൽ മോഡലിങ്ങിനകത്ത് ചെയ്യുന്നത്. അതുപോലെ ബിഹേവിയറൽ മോഡലിംഗ് എന്ന് പറയുമ്പം അതിനകത്ത് ഓൾവേസ് അറ്റ്, അല്ലെങ്കിൽ ഇനീഷ്യൽ, ബിഗിൻ, കേസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുന്നത്, കോഡിംഗ് ആണ്. അപ്പോൾ ഇതാണ് 3 ടൈപ്സ് ഓഫ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമുണ്ട്, ടെസ്റ്റ് ബെഞ്ചോട് നിങ്ങൾ ഈ കൂട്ടത്തിൽ ഞാൻ പഠിപ്പിച്ചു വിടുവാണ്. കാരണം ടെസ്റ്റ് ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാം ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡിട്ട്, ആ കോഡിംഗ് ആണ് ടെസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു 3-4 ആൻഡ് ഗേറ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ്. ആൻഡ് ഗേറ്റും ഹാഫ് ആർഡറും ഒക്കെ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഫുൾ ആർഡർ നോക്കുക, ഫുൾ ആർഡർ നോക്കണം. അതിൻ്റെ താഴോട്ടുള്ള കോഡിംഗ് ആണ് മെയിനായിട്ട് നിങ്ങൾ എക്സാം ഓറിയൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു ആൻഡ് ഗേറ്റ് വെച്ച് കാണിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബാക്കി എങ്ങനെ പോകും. ഒരു 1-2 ഗേറ്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ബാക്കി നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കുക. ഇപ്പോൾ ഒരു ആൻഡ് ഗേറ്റ് നമുക്കറിയാം, ആൻഡ് ഗേറ്റിന് എത്ര ഇൻപുട്ട് ഉണ്ട്? 2 ഇൻപുട്ടാണ് ഉള്ളത് അല്ലേ? എയും ബി 2 ഇൻപുട്ടും ഉണ്ട്. എത്ര ഔട്ട്പുട്ട് ഉണ്ട്? ഒരു ഔട്ട്പുട്ടാണുള്ളത്. ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ, A.B അല്ലേ? ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടാവുമല്ലോ. 0 കൊടുക്കുമ്പം 0 വരും. 1 കിടക്കുന്ന കേസിൽ മാത്രമേ ഔട്ട്പുട്ട് എന്ത് വരത്തുള്ളൂ? 1 വരത്തുള്ളൂ. അതാണ് ഒരു ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ആൻഡ് ഗേറ്റിന് നമുക്ക് 3 മോഡലിങ്ങിൽ എഴുതാൻ പറ്റും. ഫസ്റ്റ് ഞാനിവിടെ ഡാറ്റ ഫ്ലോ മോഡലിങ്ങിലാണ് ആൻഡ് ഗേറ്റിന് എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ കണ്ടു കാണുമായിരിക്കും, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്തിട്ടാണ് കോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രീനിലേക്ക് വരുന്നത് സെല്ലിങ്സിനകത്ത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്താണോ ആ പ്രോഗ്രാമിനൊരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ആൻഡ് ഗേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ AND_GATE_D എന്നാണ് ഞാൻ പേര് കൊടുത്തത്. ഡാറ്റ ഫ്ലോ മോഡലിംഗ് ആയതുകൊണ്ടാണ് D എന്നങ്ങ് പേര് കൊടുത്തതെന്ന് വിചാരിച്ചോളുക. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ ഓൾറെഡി അതിനകത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മൊഡ്യൂളിനൊരു നെയിം കൊടുക്കുക, മൊഡ്യൂൾ എന്ന് എഴുതണം. എന്നിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റിൽ നമ്മൾ എഴുതണം നമ്മുടെ ഇൻപുട്സുകളും ഔട്ട്പുട്ട്സും എന്ന ബ്രാക്കറ്റിൽ എഴുതി നമ്മൾ സെമിക്കോളൻ ഇടണം. നമുക്ക് എത്ര ഇൻപുട്സ് ഉണ്ട്? 2 ഇൻപുട്ടുണ്ട്, എയും ബിയും. എത്ര ഔട്ട്പുട്ട് ഉണ്ട്? ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. അത് ഞാനിവിടെ ബ്രാക്കറ്റിൽ എഴുതി സെമിക്കോളൻ ഇടുക. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു ഡാറ്റ ഫ്ലോ മോഡലിങ്ങിനകത്ത്. ദെൻ അതിനുശേഷം നമ്മൾ ഇൻപുട്ടുകളെയും ഔട്ട്പുട്ടുകളെയും എടുത്ത് എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്ത് പറയണം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ A,B സെമിക്കോളൻ ഇടുക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y ആണ്. അത് ഞാൻ എടുത്ത് എന്ത് ചെയ്തു? സ്പെസിഫൈ ചെയ്തു. ഇനി ഞാൻ പറഞ്ഞു ഡാറ്റ ഫ്ലോ മോഡലിനകത്ത് അസൈൻ എന്ന് പറയുന്ന ഓപ്പറേറ്റാണ്. നമുക്ക് എന്താണ് കിട്ടേണ്ട എക്സ്പ്രഷൻ? A.B അല്ലെങ്കിൽ A&B എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ്പ്രഷൻ അല്ലേ? എന്തിൻ്റെ? ആൻഡ് ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ A.B അല്ലെങ്കിൽ A&B ആണ്. ഓക്കെ, അപ്പോൾ അസൈൻ ചെയ്യുക. നമുക്കറിയാം ആൻഡ് ഗേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ ഓപ്പറേറ്റർ ഏതാണ്? വെരിലോഗിൽ ഈ ആംബസാൺ എന്ന് പറഞ്ഞ സിമ്പലാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടണ്ടേ? A&B എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. അസൈൻ ഔട്ട്പുട്ട് Y = A&B എന്തെഴുതുക? സെമിക്കോളൻ ഇടുക. സെമിക്കോളൻ ഇട്ടില്ലെങ്കിൽ പ്രോഗ്രാമിനകത്ത് എറർ കാണിക്കും. ഓക്കെ, ദെൻ ഒരു മൊഡ്യൂൾ തുടങ്ങിയിട്ടുണ്ട്, ആ മൊഡ്യൂളിൽ എന്ത് ചെയ്തിരിക്കണം? ഇതാണ് ഡാറ്റ ഫ്ലോ മോഡലിംഗ് എന്ന് പറയുന്നത്. ഇനി സ്ട്രക്ചറൽ മോഡലിംഗ് കൂടെ നോക്കുക. കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുമിച്ചെല്ലാം കൂടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. സ്ട്രക്ചറൽ മോഡലിങ്ങിൻ്റെ വ്യത്യാസം നോക്കിക്കോ.
മൊഡ്യൂൾ ആദ്യം മൊഡ്യൂളിന് പേര് കൊടുത്തു. ഇവിടെ ഇപ്പം ഞാൻ ആൻഡ് ഗേറ്റ് സ്ട്രക്ചറൽ ആയതുകൊണ്ട് എസ് നമ്മൾ കൊടുത്തു. ഓക്കെ, സെയിം തന്നെ ഇൻപുട്ടുകളെയും ഔട്ട്പുട്ടുകളെയും ബ്രാക്കറ്റിൽ കാണിക്കുക. ദെൻ ഇവിടെ ഇൻപുട്ടുകൾ ഏതാണ് കാണിക്കുക, ഔട്ട്പുട്ട് ഏതാണ് കാണിക്കുക. നേരത്തെ പോലെ തന്നെ ഇവിടെ നോക്കി അസൈൻ്റെ സ്ഥാനത്ത് എന്താണ്. അതുകൊണ്ടാണ് ഈ സ്ട്രക്ചറൽ മോഡലിനെ ഗേറ്റ് ലെവൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യമേ ഒരു ആൻഡ് ഗേറ്റിൻ്റെ പ്രോഗ്രാം ആദ്യം ചെയ്ത് വെക്കണം. ഇപ്പോൾ ഡാറ്റ ഫ്ലോ മോഡലിങ്ങിലോ ഒക്കെ എന്ത് ചെയ്യണം, ഒരു ആൻഡ് ഗേറ്റിൻ്റെ പ്രോഗ്രാം ചെയ്ത് വെക്കണം. ഞാനിവിടെ ഇപ്പോൾ ഈ ആദ്യമേ സ്ട്രക്ചറൽ മോഡലിംഗ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ആൻഡ് ഗേറ്റിൻ്റെ പ്രോഗ്രാം ആദ്യമേ എന്ത് ചെയ്യണം, ചെയ്ത് വെക്കണം. ചെയ്ത് വെച്ചിട്ട് ആ ആൻഡ് ഗേറ്റിനെ നമ്മൾ കോൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ല, ഇവിടെ നമുക്ക് കോൾ ചെയ്യാനൊരു ഓപ്ഷൻ അതിനകത്ത് കിടപ്പുണ്ട്. നമുക്കൊരു ചെറിയ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ വെച്ച് ആൻഡ് ഗേറ്റിനെ കോൾ ചെയ്യുക. അതായത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ആൻഡ് ഗേറ്റിനെ കോൾ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആൻഡ് ഗേറ്റിനെ കോൾ ചെയ്തിട്ട് കോൾ ചെയ്തിട്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് എന്താണ്, എനിക്ക് വൈ ആണ് ഔട്ട്പുട്ട് വരേണ്ടത്, ഇൻപുട്ട് ആണ് എയും ബി ആണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് സ്ട്രക്ചർ മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് ഞാൻ എന്തുകൊണ്ട് എക്സ്പ്രഷൻ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പ്രീവിയസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡാറ്റ ഫ്ലോ മോഡലിലോ ഏതെങ്കിലും ഒരു മോഡലിൽ എന്ത് ചെയ്യുക, ഒരു ആൻഡ് ഗേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുത്ത് വെച്ചേക്കുക. ഒരു പ്രോഗ്രാം നേരത്തെ ചെയ്ത് വെക്കണം ആൻഡ് ഗേറ്റിൻ്റെ. ആ പ്രോഗ്രാമിനകത്തേക്ക് കോൾ ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് മാത്രം എഴുതുന്നതാണ് സ്ട്രക്ചറൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഗേറ്റിനെ സ്പെസിഫൈ ചെയ്ത് കാണിച്ചാൽ ഗേറ്റ് വെച്ച് ചെയ്യുകയാണ്. ആ ഗേറ്റ് വെച്ച് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. മുന്നോട്ടുള്ള എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, മൊഡ്യൂളിനെ എൻഡ് ചെയ്യുക. അടുത്ത ബിഹേവിയറൽ മോഡലിംഗ് എന്ന് പറയുമ്പം ഇത് വേറൊരു മോഡലിംഗ് ആണ്. ഇതാ നോക്കുക, മൊഡ്യൂള് ആദ്യത്തെ പോലെ തന്നെ മൊഡ്യൂൾ കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, മൊഡ്യൂളിനൊരു പേര് കൊടുക്കുക. ഇൻപുട്ട്സ് ഏതാണെന്നും ഔട്ട്പുട്ട് ഏതാണെന്നും കാണിച്ചു. പിന്നെ ഇൻപുട്ടുകളെയും ഔട്ട്പുട്ടിനെയും സ്പെസിഫൈ ചെയ്ത് കാണിച്ചു. ഇനി ഇവിടെ കണ്ടോ, ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഇതാണ് ഓൾവേസ് അറ്റ് ദ റേറ്റ് ബ്രാക്കറ്റിൽ A, B എന്ന് കാണിക്കണം. അതായത് നമ്മുടെ ഇൻപുട്ടുകൾ എന്താണ്. ഇപ്പോൾ ഇവിടെ എയും ബിയും വേരി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ 0 0 0 1 1 0 1 1 ഫിക്സഡാണ് അല്ലേ. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് ഏതാണെന്ന് എന്ത് ചെയ്യുക, ഓൾവേസ് അറ്റ് ദ റേറ്റിന് ബ്രാക്കറ്റിൽ കാണിക്കുക. ദെൻ നമ്മുടെ വൈയുടെ ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, y = A and B എൻഡ് മൊഡ്യൂൾ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ബിഹേവിയറൽ മോഡലിംഗ്. ഒരു ഗേറ്റ് ലെവൽ, ഒരു ആൻഡ് ഗേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര സിമ്പിളായിട്ട് ഇത് എഴുതാൻ പറ്റുന്നത്. മറ്റു കോഡുകളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ലെന്തിയായിട്ടും കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇനി ഇതുപോലെ തന്നെ നമുക്കിതിന് ടെസ്റ്റ് ബെഞ്ചും എഴുതാം. ഇപ്പം ഞാൻ എഴുതിയ പ്രോഗ്രാം ശരിയാണോ, ടെസ്റ്റ് ബെഞ്ച് പ്രോഗ്രാം ശരിയാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ടെസ്റ്റ് ബെഞ്ച് കോഡ് എഴുതി നോക്കിയാൽ മതി. എന്തെങ്കിലും എറർ ഉണ്ടോ, ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. കോഡ് ശരിയാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യത്തില്ലേ, അതാണ് ടെസ്റ്റ് ബെഞ്ച്. ടെസ്റ്റ് ബെഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മൊഡ്യൂളിനൊരു പേര് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഇൻപുട്ടുകൾ എന്ത് ചെയ്യുക, രജിസ്റ്ററിലേക്ക് വേണം കൊടുക്കാൻ. A, B രജിസ്റ്ററായിട്ട് കൊടുക്കുക. ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്ന എന്തിനാ, വയറായിട്ട് വേണം കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഗേറ്റ് സ്ട്രക്ചറൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെയാണ്. ഇപ്പം ഞാനിവിടെ പേര് കൊടുത്തത് നേരത്തെ പ്രോഗ്രാം ഉണ്ടല്ലോ, ഉണ്ടോ, ആൻഡ് ഗേറ്റ്_S എന്ന് പറയുന്നൊരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിനെ ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആൻഡ് ഗേറ്റ് _S UUT അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ UUT A, അതിനകത്ത് കൊടുത്ത പോലെ തന്നെ കൊടുക്കുക. A, B, Y എന്ന് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇനീഷ്യൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ദെൻ അതിന് ശേഷം ബിഗിൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. നമ്മുടെ ട്രൂത്ത് ടേബിൾ ഉണ്ട് അല്ലേ, ട്രൂത്ത് ടേബിൾ നമുക്കറിയാം. എയുടെയും എയുടെ വാല്യൂയും ബിയുടെ വാല്യൂ 0 0 വരുമ്പോൾ നമുക്ക് എന്ത് ഔട്ട്പുട്ട് വരണം, ബിയുടെ വാല്യൂ 0 വരും, ബിയുടെ 0 1 1 0 1 1 ഉണ്ടോ. എയുടെയും ബിയുടെയും വാല്യൂ ലാസ്റ്റ് വന്നപ്പോൾ B = 1 B = 1 എന്നായിപ്പോയി. അത് A = 1 എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഓരോ കോഡിങ് ചെയ്യുമ്പോഴും ഡിലേ കൊടുത്തിട്ടാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. #10 അത് 10 എന്നോ 100 എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. #1 എന്നോ ഒരു ചെറിയ ഡിലേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചാണ് സാധാരണ ഇതൊക്കെ ചെയ്യുന്നത്, ഡിലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഓക്കെ, ഒരു ചെറിയ ഡിലേ കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ടെസ്റ്റ് ബെഞ്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബിഗിൻ ചെയ്യുക. നമുക്ക് ഇൻപുട്ടുകളെ മാത്രം ഇവിടെ എന്ത് ചെയ്യുക, ഇങ്ങനെ കൊടുക്കുക. A B 0 0 0 1 1 0 1 1 ഇൻ ബിറ്റ്വീൻ എന്ത് കൊടുക്കുക, ഓരോ ഡിലേ കൊടുക്കുക. ബിഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ ഫിനിഷ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൊടുക്കും. ഓക്കെ, ബിഗിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഇവിടെ കൊടുത്തിരിക്കണം. ദെൻ മൊഡ്യൂളിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എൻഡ് ചെയ്തിരിക്കണം. ഇതാണ് ഒരു ആൻഡ് ഗേറ്റ്, സിമ്പിളായിട്ടുള്ളൊരു ആൻഡ് ഗേറ്റിൻ്റെ 3 മോഡലിങ്. അടുത്തൊരു ഹാഫ് ആഡറിനെ നോക്കാം. ഹാഫ് ആഡർ എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ടുണ്ട്, A ഉണ്ട് B ഉണ്ട്, ഒരു ഔട്ട്പുട്ടുണ്ട് സമ്മ്. പിന്നെ എന്താണ്, 2 ഔട്ട്പുട്ടാണ് ഉള്ളത് അല്ലേ. ഔട്ട്പുട്ട് സമ്മും ഉണ്ട്, ക്യാരിയും ഉണ്ട്. ഇൻപുട്ട്സ് എന്ത് മാത്രമേ ഉള്ളൂ, A, B. ഇപ്പം നമുക്കറിയാം ട്രൂത്ത് ടേബിൾ എഴുതാൻ അറിയാം അല്ലേ.
0 0 0 1 1 0 1 1 കോമ്പിനേഷൻ സം എന്ത് വരും, ക്യാരി എന്ത് വരും എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. സമ്മിൻ്റെ എക്സ്പ്രഷൻ എ എക്സ് ഓർ ബിയും ക്യാരിയുടെ എക്സ്പ്രഷൻ എ ഡോട്ട് ബിയും ആണ്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുന്ന ഏത് കോഡിംഗ് ആണോ ആ മോഡലിംഗ് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്കിപ്പം 3 മോഡലിംഗും പഠിക്കേണ്ടതുകൊണ്ടാണ് ഒരുമിച്ച് ഞാൻ ആ 3 കോഡും കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ സ്ട്രക്ചറിലായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്, സ്ട്രക്ചറല്ലെങ്കിൽ 8 ലെവലായിരിക്കും, അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോയിൽ എഴുതാൻ പറയാം, അല്ലെങ്കിൽ ബിഹേവിയർ എഴുതാൻ പറയാം. ചിലപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡിൽ എഴുതാം. ഓക്കെ, കൂടുതലും സ്ട്രക്ചറൽ മോഡലിംഗ് ആവാനാണ് സാധ്യത. ഇനി ഇപ്പോൾ നോക്കുക, ഹാഫ് ആർഡറിന് ആദ്യമേ നമുക്ക് ഡാറ്റ ഫ്ലോ നോക്കാം. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൊഡ്യൂളിന് ഞാനൊരു പേര് കൊടുത്തു. ഓക്കെ, ഇൻപുട്ടുകൾ ഏതാണെന്നും ആ ബ്രാക്കറ്റിൽ എന്ത് അവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ആ ബ്രാക്കറ്റിനകത്ത് ഇൻപുട്ട്സ് ഏതാക്കിയാണ്, അതെ എ കോമ ഇൻപുട്ട് എ ഇൻപുട്ട് ബി എന്ന് എഴുതാൻ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ എ കോമ ബി കോമ സമ്മ ക്യാരി എന്ന് എഴുതിയാലും മതി. ഈ രീതിയിൽ എഴുതിയതെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. ഇൻപുട്ട് എ കോമ ഇൻപുട്ട് ബി കോമ ഔട്ട്പുട്ട് എസ് കോമ. അപ്പോൾ ഒരു സെൻറ്റൻസ് നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. എഗെയിൻ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം, ഇൻപുട്ട് എ കോമ ഇൻപുട്ട് ബി കോമ ഔട്ട്പുട്ട് എസ് സമ്മിനെ ഞാൻ ഇപ്പോൾ എസ് എന്നാണ് വിളിച്ചിരിക്കുന്നത്, ഔട്ട്പുട്ട് സി കോമ, എന്നിട്ട് ബ്രാക്കറ്റ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. പിന്നെ നമ്മുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, സമ്മിൻ്റെ എക്സ്പ്രഷൻ എ എക്സ് ഓർ ബി, എക്സ് ഓർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേമാണിത്. അതുപോലെ ക്യാരിയുടെ എക്സ്പ്രഷൻ എ ആൻഡ് ബി എന്നുമാണ്. ഓക്കെ, അപ്പോൾ അത് അസൈൻ കൊടുത്ത് എന്ത് ചെയ്യുക, എഴുതുക. ഇനി സ്ട്രക്ചർ മോഡലിംഗ് വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പം നമുക്കറിയാം ഇവിടെ ഒരു എക്സോർ ഗേറ്റ് ഉണ്ട്. എത്ര ഗേറ്റ്സ് ഉണ്ട്, ഒരു എക്സോറും ഉണ്ട്, ഒരു ആൻഡ് ഗേറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണം, ഒരു എക്സോർ ഗേറ്റിൻ്റെ പ്രോഗ്രാം എഴുതി ചെയ്ത് ഡാറ്റ ഫ്ലോ മോഡലിംഗ് അങ്ങ് ചെയ്ത് വയ്ക്കുക, എ എക്സ് ഓർ ബി എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ആൻഡ് ഗേറ്റിൻ്റെ പ്രോഗ്രാം എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോ മോഡലിംഗിൽ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ എക്സ് ഓർ ഗേറ്റിനെ ആൻഡ് ഗേറ്റിനൂടെ കോൾ ചെയ്താൽ മതി. കോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് സ്ട്രക്ചറൽ മോഡലിംഗ്. ഇപ്പം ഹാഫ് ആർഡറിന് പേര് കൊടുത്തു, ഹാഫ് ആർഡർ സ്ട്രക്ചറലിന് പേര് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇൻപുട്ട് എ കോമ ഇൻപുട്ട് ബി കോമ ഔട്ട്പുട്ട് എസ് കോമ ഔട്ട്പുട്ട് ഇൻപുട്ടുള്ള ഔട്ട്പുട്ട് ഏതാണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് കാണിച്ചു. കണ്ടോ, എക്സോർ ഗേറ്റിനെ കോൾ ചെയ്തിരിക്കുകയാണ്. എക്സോർ ഗേറ്റ് അണ്ടർസ്കോർ എക്സോർ എന്നുള്ളൊരു പ്രോഗ്രാമാണ് ഞാനിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ മൊഡ്യൂളിൽ ഞാൻ കൊടുത്ത പേരതാണ്. അപ്പോൾ അതിനെ ഞാൻ കോൾ ചെയ്തു. ദെൻ ആ ഒരു എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, എസ് ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇൻപുട്ട് ഏതൊക്കെയാണ്, എയും ബിയും ആണ്. ഓക്കെ, ഞാനൊരു ആൻഡ് ഗേറ്റിനെ കോൾ ചെയ്യും. ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഏതാണ്, ക്യാരി. ഇവിടെ ഞാൻ സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, സമ്മിനെ ഞാൻ എസ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഇൻപുട്ട് ഏതൊക്കെയാണ്, എയും ബിയും ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഏതാണെന്ന് നമ്മളൊന്ന് കാണിച്ചു കൊടുത്താൽ മതി, എൻഡ് ചെയ്യുക. അത്രേ ഉള്ളൂ സ്ട്രക്ചറൽ മോഡലിംഗ്. ഇതിനെ ബിഹേവിയറിലേക്ക് വരുമ്പോഴോ ബാക്കി ആദ്യത്തെ പോർഷനൊന്നും മാറ്റമില്ല. അതുപോലെ തന്നെ എന്താണ് വ്യത്യാസം, ഓൾവേസ് അറ്റ് ദ റേറ്റ് ബ്രാക്കറ്റ് സ്റ്റാർ ആയിട്ടിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം ഒരുപാട് എയും ബിയും സി ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്, ഓൾവേസ് അറ്റ് ദ റേറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇവിടെ എ കോമ ബീനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്താലും തെറ്റൊന്നുമല്ല. സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ എയും ബിയും വേരി ചെയ്യുവാണല്ലോ എന്നൊരർത്ഥം തന്നെയാണ് വന്നിരിക്കുന്നത്. ഓൾവേസ് അറ്റ് ദ റേറ്റ് സ്റ്റാർ എന്നിടുക. ദെൻ ബിഗിൻ ചെയ്യുക. അപ്പം ഇവിടെ ഇപ്പോൾ 2 എക്സ്പ്രഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ബിഗിൻ കൊടുത്തിരിക്കുന്നത്, എൻഡ്. ഒരു ബിഗിൻ കൊടുത്തിട്ടുണ്ട്, എൻഡ് കൊടുക്കുക. ഇനി ബിഗിനും എൻഡും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ സാധാരണ കേസിലും ബിഗിനിലും ഒക്കെ വെച്ചിട്ടാണ് ഇഫ് ഓർ എൽസ് ഇഫ് എന്നോ അല്ലെങ്കിൽ കേസ് ബിഗിന് അങ്ങനത്തെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ബിഹേവിയറിനകത്ത്. അപ്പോൾ ബിഗിൻ കൊടുത്തു, ബിഗിൻ എസ് ഈക്വൽ ടു എ എക്സ് ഓർ ബിയും ക്യാരി ഈക്വൽ ടു എ ആൻഡ് ബിയും എൻഡ് കൊടുക്കുക. അതില്ലെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം ഒരിക്കലും തെറ്റല്ല, നമുക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം എന്നേ ഉള്ളൂ. അതുപോലെയാണ് നമുക്ക് ടെസ്റ്റ് പഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞായിരുന്നു ഇൻപുട്ടുകളെ രജിസ്റ്ററിലേക്കും ഔട്ട്പുട്ടിനെ നമ്മൾ വേറെ ആയിട്ടും കാണിക്കാം. നമ്മൾ വിളിച്ച പ്രോഗ്രാം എന്താണോ ആ പ്രോഗ്രാമിനെ UUT ഇട്ടിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും സ്പെസിഫൈ ചെയ്യുക. ഇനിഷ്യൽ എന്നൊരു കമാൻഡ് കൊടുക്കുക, ദെൻ ബിഗിൻ എന്നൊരു കമാൻഡ് കൊടുക്കുക. എയുടെ ബിയുടെ വാല്യൂ മാറുന്നു. ഇവിടെ ഇപ്പോൾ ബി ഈക്വൽ ടു തന്നെ എഗെയിൻ റിപ്പീറ്റ് അടിച്ചു. ശരിക്കും ഇവിടെ എ ആണ് വരേണ്ടത് കേട്ടോ. 0 0 0 1 1 0 1 1 4 കോമ്പിനേഷൻസ് കൊടുക്കുക. ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യുക, ഡിലേ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഫിനിഷ് ചെയ്യുക, എൻഡ് ചെയ്യുക, എൻഡ് മോഡൽ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഫുൾ ആർഡർ നിങ്ങൾ നോക്കിക്കോളുക. വേറൊരു ഫോർ എക്സാമ്പിളിന് വേണ്ടി ചുമ്മാ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ നമുക്ക് ബിഹേവിയർ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇത് SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഒരുപാട് പ്രോഗ്രാമിംഗ് ഉണ്ട്. മെയിനായിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ നോക്കുക, 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR JK DE അങ്ങനത്തെ ഫ്ലിപ്പ് ഫ്ലോപ്സുകൾ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്കറിയാം, ക്ലോക്ക് വെച്ചാണ് ഇതൊക്കെ കൂടുതലും വർക്ക് ചെയ്യുന്നത് അല്ലേ. ക്ലോക്ക് കൊടുക്കണം, ഓരോ ഇതിനും എന്ത് ചെയ്യണം, ക്ലോക്ക് കൊടുക്കണം. ഇപ്പോൾ 0 0 0 1 1 0 1 1 4 ഇൻപുട്ട്സ് ആണുള്ളത്. 0 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് Q എന്തായിരിക്കും, നോ ചേഞ്ച് ആയിരിക്കും. 0 1 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, 0യിലും. 1 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എപ്പോഴും എന്താണ്, 1ലും ആയിരിക്കും. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവുന്ന എപ്പോഴാണ്, 1 0 കോമ്പിനേഷൻ വരുമ്പോഴാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവുന്ന എപ്പോഴാണ്, 0 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ. S മീൻസ് സെറ്റ്, R മീൻസ് റീസെറ്റ് എന്നാണ് അല്ലേ. 1 1 വരുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇൻവാലിഡ് ആയിട്ടാണ് കാണിക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോഡിങ് ഞാൻ എഴുതുക. ഇവിടെ ഇപ്പോൾ ഞാനത് ബിഹേവിയറൽ മോഡലിലാണ് എഴുതിയത്. നമുക്ക് ബിഹേവിയർ എഴുതുന്നതാണ് എളുപ്പം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് കേസ് വെച്ചൊക്കെ നമുക്ക് എഴുതാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എഴുതാം. ഇനി ഈ ഇനി നോക്കുക,
ഇപ്പം റീസെറ്റിനകത്ത് കാണിച്ചിട്ടില്ല, റീസെറ്റ് ഇല്ലാത്തൊരു കോഡിങ് എഴുതുന്നത് നോക്കുക. മൊഡ്യൂൾ ഞാൻ പേര് കൊടുത്തു, ക്ലോക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇൻപുട്ട്സ് എനിക്ക് വരുന്നത്, എസ്സും ആറും എൻ്റെ ഇൻപുട്ടാണ്, പിന്നെ ക്ലോക്ക് ഇൻപുട്ടാണ് അല്ലേ. ഔട്ട്പുട്ട് എന്താണ്, ക്യൂ മാത്രമാണ് ഔട്ട്പുട്ട്. അപ്പോൾ ക്ലോക്ക് എസ് കോമ ആർ കോമ ക്യൂ ഉണ്ടോ. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും റീസെറ്റ് കൊടുത്തിട്ട് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്യാൻ പറ്റും, റീസെറ്റ് ഇല്ലാതെ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇൻപുട്ട്സ് എന്ന് പറഞ്ഞാൽ ക്ലോക്കും എസ്സും ആറുമാണ്. ഔട്ട്പുട്ടിനെ കണ്ടോ, ക്യൂ എന്നാണ് കാണിച്ചിരിക്കുന്നത്. രജിസ്റ്ററിൽ വേണം ഔട്ട്പുട്ടിനെ കാണിക്കാനായിട്ട്. ക്ലോക്കൊക്കെ വരുന്ന പ്രോഗ്രാമിൽ നമ്മൾ ഔട്ട്പുട്ടിനെ രജിസ്റ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി അല്ലാതെ കാണിച്ചെന്ന് പറഞ്ഞാലും തെറ്റില്ല, സാധാ പ്രോഗ്രാമിനകത്ത് രജിസ്റ്ററിൽ കാണിക്കാം കേട്ടോ. അടുത്തത് ഓൾവേസ് അറ്റ് ദ റേസ് പോസെറ്റുകൾ. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലോക്കിൻ്റെ പോസിറ്റീവും 0 to 1 to 0 ഉണ്ടല്ലോ, പോസെറ്റിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 0 to 1 എന്നൊരു ഇത് വരുമ്പോഴാണ് ഇത് ഓരോ പ്രാവശ്യം ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോസെറ്റ് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ കൊടുത്തത്. ഓൾവേസ് അറ്റ് ദ റേസ് പോസെറ്റ് ക്ലോക്ക്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഓരോ പോസെറ്റ് ക്ലോക്കിലാണ് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോസെറ്റ് ക്ലോക്ക് എന്ന് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓൾവേസ് അറ്റ് ദ റേസിന് ശേഷം ബിഗിൻ ചെയ്യുക. ബിഗിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം, അവിടെ ഒരു എൻഡ് കൊടുത്തിരിക്കണം. ആ എൻഡ് ഇവിടെ കിടപ്പുണ്ട്. ഇനി നമ്മൾ കേസിലാണ് എഴുതുന്നത്. അപ്പോൾ കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എൻഡ് കേസ് താഴെ കാണണം, അതിന് എൻഡ് ചെയ്തിരിക്കണം. കേസ് എന്ന് പറഞ്ഞാൽ എസ് ആറിൻ്റെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഇഫ് എസ് ആറിൻ്റെ കേസിനകത്തുണ്ടോ, കേസ് ബ്രാക്കറ്റ് ഇട്ട് ഇങ്ങനെ വേണം, കോൺകാറ്റേഷനകത്ത് വേണം കൊടുക്കാൻ. കേസിനകത്ത് ചെയ്യുന്നതല്ല, അങ്ങനെ വേണം കൊടുക്കാൻ. കേസ് എന്ന് പറയുമ്പോൾ എസ് ആറിൻ്റെ വാല്യൂ എന്തൊക്കെ വരാം, 00 വരാം, 2 ബിറ്റ് 00 വരാം, 2 ബിറ്റ് 01 വരാം, 10 വരാം, 11 വരാം. അതിനകത്ത് ഓരോന്നിനകത്ത് ഔട്ട്പുട്ട് എന്ത് വരും, ക്യൂവിൻ്റെ വാല്യൂ ക്യൂ ലെസ് ആൻ ഈക്വൽ ടു ക്യൂ ആയിരിക്കും. അതുപോലെ ക്യൂ ലെസ് ആൻ ഈക്വൽ ടു 1 ആയിരിക്കും. അതിന് ബിറ്റ് 11 വരുന്ന കേസ് ക്യൂ ലെസ് ആൻ ഈക്വൽ ടു ഇൻവാലിഡ് ആണല്ലോ, 1 ബിറ്റ് ഇൻവാലിഡ് എന്നാണ് കൊടുക്കേണ്ടത്. ഡിഫോൾട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ അതല്ലെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ ക്യൂ ആയിട്ട് തന്നെ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷനും ഇല്ലാത്ത കേസുകളിൽ ക്യൂവിൻ്റെ വാല്യൂ എപ്പോഴും ക്യൂ എന്താണോ ഇൻപുട്ട് അത് തന്നെ കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ കോഡിങ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് സിലബസിൽ സജസ്റ്റ് ചെയ്തൊരു പ്രോഗ്രാമിംഗ് ആണ് ഗേറ്റ് ലെവൽ ബൈനറി ഡീകോഡർ എന്ന് പറയും. ഗേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ മോഡലിലേക്കുള്ള കോഡിംഗ് ആണ് എഴുതേണ്ടതെന്ന് ഓർത്തോളുക. ഉണ്ട് ബൈനറി ഡീകോഡർ. ഇവിടെ നോക്കിയാൽ 2 ഇൻപുട്ടാണ് ഉള്ളത്, 00. എത്ര ഔട്ട്പുട്ട്സ് ഉണ്ട്, 4 ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ ഓരോ എക്സ്പ്രഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. D0യുടെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്, D1 D2 D3 ഓരോന്നിൻ്റെ എക്സ്പ്രഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് വേണ്ട ഒരു കോഡിംഗ് എഴുതണമെങ്കിൽ എനിക്ക് എൻ്റെ സർക്യൂട്ട് ഡയഗ്രവും ട്രൂത്ത് ടേബിളും ഉണ്ട്, എനിക്ക് കോഡിംഗ് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കാം, മൊഡ്യൂൾ ചെയ്യുക, നെയിം കൊടുക്കുക. ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്, A0യും A1 ആണ്, A0യും A1. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് D0 D1 D2 D3. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, നമുക്കറിയാം ഇവിടെ നോട്ട് ഗേറ്റ് ഉണ്ട് അല്ലേ. നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്താണ്, A0 ആണ്. നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, നമ്മുടെ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഇതിനകത്തൊരു പ്രോഗ്രാമിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുക, ആദ്യത്തെ ഗേറ്റ് നമ്മുടെ നോട്ട് ഗേറ്റ് അല്ലേ, നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്താണ്, A0 ആണ്. നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ് ശരിക്കും, അത് ഈ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ പ്രത്യേകിച്ച് പേരൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിനൊരു പേര് വിളിച്ചു, AN0 എന്നൊരു പേര് ഞാൻ അങ്ങ് വിളിച്ചതാണ്. ശരിക്കും നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണോ, അല്ല, ഒരു വയറായിട്ടല്ലേ, എക്സ്ട്രാ ഒരു കണക്ഷൻ AN0 ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗേറ്റിന് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിന് ഞാൻ AN0 എന്നാണ് അങ്ങ് വിളിച്ചത്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അത് എന്തായിട്ട് കാണിക്കണം, വയറെന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം. വയർ AN0 എന്തൊക്കെ വരുന്നുണ്ടോ അതെല്ലാം എഴുതേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇപ്പോൾ നോട്ട് ഗേറ്റ്, ആദ്യത്തെ നോട്ട് ഗേറ്റിന് ഞാൻ വിളിച്ചു. നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് AN0 എന്ന് ഞാൻ വിളിച്ചത്. നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട് ശരിക്കും എന്താണ്, A0 ആണ് അല്ലേ. അടുത്ത നോട്ട് ഗേറ്റിനെ ഞാൻ വിളിച്ചു, അതിൻ്റെ ഇൻപുട്ട് എന്താണ്, A1 ആണ്. ഔട്ട്പുട്ട് ഞാനിവിടെ തൽക്കാലത്തേക്ക് ഞാനിവിടെ AN1 എന്നങ്ങ് വിളിക്കുക. അപ്പോൾ വയറായിട്ട് ഞാനിവിടെ AN0, AN1 എന്ന് കാണിക്കണം. അടുത്ത ഇവിടെ ഒരു ആൻഡ് ഗേറ്റ്. ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്പുട്ട് D0 ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് എന്തൊക്കെയാണ്, ഇപ്പം ഞാൻ ഈ കൊടുത്ത AN0യും AN1 ആണ് ഇതിൻ്റെ ഇൻപുട്ടുകളെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കണ്ടോ, ഇവിടെ ആൻഡ് ഗേറ്റ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് D0 ആണ്, ഇൻപുട്ട് AN0യും AN1 ആണ്. ഉണ്ടോ, അങ്ങനെ നമ്മൾ ഓരോ ഗേറ്റിന് ഔട്ട്പുട്ട് എത്ര ഗേറ്റ്സ് ഉണ്ടോ ഓരോ ഗേറ്റും എടുത്തെടുത്ത് ഈ ഔട്ട്പുട്ട് ഇൻപുട്ട് എന്താണെന്ന് കാണിക്കുന്ന മോഡലിംഗ് ആണ് എന്ത്, സ്ട്രക്ചറൽ മോഡലിംഗ്. ഞാൻ എക്സ്ട്രാ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഗറിനകത്ത് ആകെ കാണുന്ന A0 എന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ വയറായിട്ട് അവിടെ കാണിച്ചിരിക്കണം കേട്ടോ.